Good morning. Morning, sir. So, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ കോമ്പിനേഷൻസിന്റെ ഫോർമുലാസ് പ്ലസ് അതിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ ഏത് ഫോർമുല യൂസ് ചെയ്യണം, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the number of triangles that can be formed from a set of 12 points. There are 12 points. 7 of them are on the same straight line. That means 7 of them are collinear. നമ്മുടെ ഫോർമുല എന്താണ്? ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എത്ര പോയിന്റ്സ് വേണം? ഫോർമുല എന്താണ്? n points are there, out of which p of them are collinear. Then formula nc3 minus pc3 അല്ലേ? സോ ഇവിടെ എന്ത് വരും? ഫോർമുല വെച്ചിട്ട് n എത്രയാണ്? 12, out of them 7 of them are collinear. 12c3 minus 7c3. 12c3 minus 7c3. കമ്പ്യൂട്ട് ചെയ്ത ആൻസർ പറയാ. Twelve factorial divided by 9 factorial into 3 factorial minus 7 factorial divided by 4 factorial into 3 factorial. So simplify ചെയ്ത ആൻസർ പറയാ. Sometimes 12c3 minus 7c3 ആൻസർ തരും, അല്ലെങ്കിൽ ഇതേപോലെ വാല്യൂ ആയിട്ട് തരും. Implies 12 into 11 into 10 divided by 6. 3 factorial 6 minus 7 into 6 into 5 divided by 6. So 220 minus 35. Right answer? 185. 185. 185 will be the answer. So നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത ഷോർട്ട് കട്ട് ഫോർമുല. n points are in a plane. So ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ 3 points വേണം. സോ അതിൽ p points അല്ലെങ്കിൽ ഇവിടെ 7 points കൊളീനിയർ പൊസിഷൻ ആണെങ്കിൽ അതുകൊണ്ടുള്ള മൂന്ന് പോയിന്റ്സിന്റെ കോമ്പിനേഷൻ എല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് nc3 minus pc3. 12c3 minus 7c3 is equal to 185. 185. Okay. Clear the question? Yes, sir. Then next one. A Supreme Court bench consists of 5 judges. In how many ways the bench can give a majority decision? ഇത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ? സുപ്രീം കോർട്ട് ബെഞ്ചിലെ ഡിസിഷൻ പറയുന്നു, അത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ? കോമ്പിനേഷൻ അല്ലേ? സോ 5 ജഡ്ജസ് ഉണ്ട്, അതില് മെജോറിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? മെജോറിറ്റി ഡിസിഷൻ അല്ലെ? സോ 3 ജഡ്ജസ് അല്ലെ? മെജോറിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ 5 പേരിൽ 3 പേരെങ്കിലും ഒരു ജഡ്ജ്മെന്റ്, 3 ജഡ്ജസ് എന്താണ് ഒരു സെയിം ഡിസിഷൻ, അങ്ങനെയല്ലേ മെജോറിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താകാം, ഓർ 4 ജഡ്ജസ് സെയിം ഡിസിഷൻ, ഓർ 5 ജഡ്ജസ് സെയിം ഡിസിഷൻ അല്ലെ? ഇതിനല്ലേ മെജോറിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. 2 ജഡ്ജസ് സെയിം ഡിസിഷൻ നമുക്ക് എന്താണ് മെജോറിറ്റി ഡിസിഷൻ അല്ല അല്ലെ? സോ 5 പേരിൽ മെജോറിറ്റി മീൻസ് 3 പേര് ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡിസിഷൻ പ്രസ്താവിക്കുന്നതാണ് എന്ത് പറയുന്നത് മെജോറിറ്റി. സോ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 5c3 or means plus, fundamental principles of counting, or means plus 5c4 plus 5c5. ആൻസർ കണ്ടുപിടിക്കാം. 3 ജഡ്ജസ് സെയിം ഡിസിഷൻ, അതാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത് 5c3. Then 4 judges same decision 5c4. 5 judges same decision 5c5.
5C3 കിട്ടും. 5 factorial divided by 3 factorial into 2 factorial plus 5C4. 5 factorial divided by 4 factorial into 1 factorial plus 5C5 എന്ന് പറഞ്ഞാൽ 1 ആണ്. So വരും 10 plus 5 plus 1 equal to 16. Majority decision de combination അല്ലെങ്കിൽ number of chances എത്രയാണ് 16. ജിത്ത് ഹരി കിട്ടിയല്ലോ എല്ലാവർക്കും. Yes, sir. Then next one, given permutation of 7 things taken out of 7 things taken k at a time. That means നമുക്ക് ഇത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 7pk is equal to 60 into 7pk minus 3. Then k യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. 7pk can be written as 7 factorial divided by 7 minus k factorial is equal to 60 into 7 factorial divided by 7 minus of k minus 3 factorial. So that implies, okay, this can be written as 7 factorial divided by 7 minus k factorial equal to 60 into 7 factorial divided by 7 minus k plus 3. 7 minus k plus 3 factorial. 7 factorial divided by 7 minus k factorial is equal to 60 into 7 factorial divided by then 10 minus k factorial. Okay, so നമുക്ക് ഇതിലെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? 7 factorial gets cancelled. Then ബാക്കിയുള്ളതിനെ റിമൈനിങ് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ this can be written as 1 divided by 7 minus k factorial is equal to 60 divided by 10 minus k into 9 minus k. 10 minus k minus 1 എടുക്കുമ്പോഴത്തേക്കും 10 ൽ നിന്ന് 1 കുറഞ്ഞ് 9 minus k into 8 minus k into 7 minus k factorial. 7 minus k factorial. 1 divided by 7 minus k factorial is equal to 60 divided by 10 minus k into 9 minus k into 8 minus k into 7 minus k factorial. 7 minus k factorial. 7 minus k factorial. That implies. Now cross multiply. 60 is equal to 10 minus k into 9 minus k into 8 minus k. Okay. So you need to multiply the സമയം കളയാതെ നേരെ ചോയ്സിലേക്ക് വരിക. കേക്ക് 9 ഉണ്ട്, 8 ഉണ്ട്, 5 ഉണ്ട്, 0 ഉണ്ട്. ഏതിട്ട് കൊടുത്താൽ ശരിയാവും നോക്കാം. കേക്ക് 9 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തോരും ഈ ടേംസ് ഈ സെക്കൻഡ് ടേം 0 ആവും. കേക്ക് 8 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ലാസ്റ്റ് ടേം 0 ആവും. കേക്ക് 5 ഇട്ട് കൊടുത്ത് നോക്കാം. കേക്ക് 5 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 10 minus 5 5 into 9 minus 4. Okay. K equal to കേക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും k equal to 5. Then 10 minus 5 5 into 4 into 5 into 4 into 3. എന്നാൽ 20 into 3 60. So that implies k equal to 5. അവിടത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒത്തിരി ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നമുക്ക് ഡയറക്റ്റ് ചോയ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ആ പറയുന്ന വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ കിട്ടുന്നത് ആൻസർ ആണ് k equal to 5. ആൻസർ ക്ലിയർ ആണല്ലോ അല്ലേ? പ്രോബ്ലം എക്സാം ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
കിട്ടിയല്ലോ എല്ലാവർക്കും? Then next question. The number of ways in which n books are arranged. Arranged means permutation or combination. Permutation. So that two particular books are not true. That means two particular. So out of n things, we are arranging n things. Two particular items never come together. Formula എന്തായിരുന്നു? Direct formula നമുക്ക് question exam ചോദിച്ചിരിക്കുന്നു. n minus 2 into n minus 1 factorial. So permutation നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോർമുല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു. n books can be arranged on a shelf so that no two particular books അല്ലെങ്കിൽ two particular books two particular books never come together അല്ലെങ്കിൽ two particular books are not together. n minus 2 into n minus 1 factorial. n minus 2 into n minus 1 factorial. Clearly? n minus 2 into n minus 1 factorial. Okay, le? Yes, sir. Then next one. In how many ways can the letters of the word failure can be arranged so that consonants may occupy only odd positions? Consonants may occupy only odd positions. Consonants may occupy only odd positions. So failure. Etra position 1, 2, 3, 4, 5, 6, 7 position. 1, 2, 3, 4, 5, 6, 7 position. Another etra odd position. Odd. Third position. Fifth position. And seventh position. 4 odd position. 3 even positions. So നമുക്ക് failure എത്ര consonants ഉണ്ട്? Failure എന്ന് പറയുന്ന ലെറ്ററിൽ എത്ര consonants ഉണ്ട്? Consonants എത്രയാണ്? 3. That means remaining 4 എന്താണ്? Vowels ആണ്. നമ്മുടെ കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്താണ്? Consonants may occupy odd positions. എത്ര odd position ഉണ്ട്? 1, 2, 3, 4 odd position. We have to arrange 3 consonants. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 4 positionsലേക്ക് 3 letters. 4p3 ways. And then remaining ഈ 4 odd പൊസിഷനിൽ 3 പൊസിഷൻ ഓൾറെഡി ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഓഡ് പൊസിഷനും മിച്ചമുള്ള 3 ഈവൻ പൊസിഷനും കൂടെ ഇനി 4 പൊസിഷൻ ഉണ്ട്. എത്ര ലെറ്റേഴ്സ് എലിജിബിൾ ആണ്? 4 letters. 4p3. So എത്ര വരും? 4 factorial into 4 factorial. 24 into 24. 576. 576. Then next one. In how many ways can a party of 4 men and 4 women, 4 men and 4 women be seated at a circular table? Be seated at a circular table so that no 2 women are adjacent. So in the type of permutation ആണ്. First of all, can be seated. That means arrangement around a table അല്ലെങ്കിൽ around a circular table. So that means ഇത് എന്താണ്? എന്ത് type of permutation ആണ്? Linear permutation ആണോ? Circular permutation ആണോ? എന്ത് type of permutation ആണ്? Circular permutation. Okay. Circular permutation at so that no 2 women are adjacent. No 2 women are adjacent. That means first നമ്മൾ ആ ഒരു സെനാരിയോയിൽ എന്താണ്? ആദ്യം മെന്നിനെ പ്ലേസ് ചെയ്താൽ. So circularൽ men 1, m1, m2, m3, m4. Okay. So circular and എത്ര ഇതിൽ പറ്റും? n-1. ഇവിടെ n എത്രയാണ്? 4 ആണ്. So 3 factorial ബേസിൽ മെന്നിനെ അറേഞ്ച് ചെയ്യാം. Then എത്ര പൊസിഷൻ എലിജിബിൾ ആകും? 1, 2, 3, 4. നമ്മൾ സർക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീനിയർ ആണെങ്കിൽ എത്ര പേര് അറേഞ്ച് ചെയ്യുന്നു അതിനേക്കാൾ ഒരു പൊസിഷൻ കൂടുതൽ വരും. സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ എത്ര പൊസിഷൻ ഉണ്ടോ എത്ര പേര് അറേഞ്ച് ചെയ്തോ അത്രയും പൊസിഷൻസ് തന്നെ എലിജിബിൾ ആകും. സോ 3 factorial into 4 factorial. That means 4 position 4 women. എത്രയിൽ പറ്റും? 4 factorial ബേസിൽ പറ്റും.
So 3 factorial 6 ആണ്, 4 factorial 24 ആണ്, is equal to 144. 144. 144. Next one. So നമ്മൾ last day പഠിച്ച formula sigma r equal 1 to 5c r എന്ന് വരും. So ഇതിന്റെ മീനിങ് എന്താണ്? 5c1 plus 5c2 plus 5c3 plus 5c4 plus 5c5. ഇതാണ് ഫോർമുല. ഫോർമുല ഇതൊരു ഫോർമുല. minus 2 raised to n minus 1. ഇവിടെ n എത്രയാണ്? n equal to 5. 2 raised to 5 minus 1 equal to 32 minus 1, 31. എത്ര സെക്കൻഡ് വേണം? എക്സാം ക്വസ്റ്റൻ ആണ്. സോ കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം, ഇത് സം ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്നത് അപ് ടു r equal to n വരെ സെലക്ട് ചെയ്യുന്നത്. സോ ഒന്നും ഇല്ലാതെ പറ്റില്ല, ഒരെണ്ണമെങ്കിലും അതുവരെ 5 വരെ അല്ലെങ്കിൽ n വരെ. സോ 2 raised to n minus 1 equal to ഇവിടെ n 5 ആണ്. 2 raised to 5 minus 1 is equal to 2 raised to 5, 32 minus 1 equal to 31. Then it will answer. Then next one. ഇതെങ്ങനെ ചെയ്യാം? 6pr is equal to 24 into 6cr. Find r. നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, കോമ്പിനേഷൻ വന്നാൽ നോർമലി എല്ലാം തന്നെ നമുക്ക് ആ പഠിച്ച ഫോർമുലയിൽ നിന്ന് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ വിത്തിൻ സെക്കൻഡ്സ്. സോ NPR ഡിവൈഡഡ് ബൈ NCR. ലാസ്റ്റ് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, എന്താന്ന് പറഞ്ഞോ? NPR ഡിവൈഡഡ് ബൈ NCR. ഫോർമുല r factorial. സോ ഇവിടെ നമുക്ക് എന്ത് തന്നിരിക്കുന്നു? 6pr is equal to 24 into 6cr. നമുക്ക് എന്തെടുക്കാം? നമുക്കറിയാവുന്ന ഫോർമുല 6pr divided by 6cr is equal to 24. 6pr divided by 6cr എന്ന് പറഞ്ഞാൽ എന്ത് വരേണ്ടതാണ്? അല്ലെ, n ഈക്വൽ ആണ് nr ആണെങ്കിൽ r factorial equal to 24. അല്ലെ, സോ ടു r factorial ഏതിന്റെ ഫാക്ടോറിയൽ ആണ് 24 വരുന്നത്? ഒബ്വിയസ്ലി അറിയാവുന്നതാണ്, 4 factorial ആണ്. 4 factorial equal to 4 into 3 into 2 equal to 24. Therefore, that implies r factorial equal to 4 factorial. Therefore, that implies r is equal to 4. So, in seconds answer ആണ്. So, നമുക്ക് അറിഞ്ഞിരിക്കണം NPR divided by NCR is equal to r factorial. ആ ഫോർമുല അപ്ലൈ ചെയ്യാം ഡയറക്റ്റ്. It answer. Yes, sir. Then next one. How many words can be formed with the letters of the word oriental so that A and E always occupy odd places? So oriental. Oriental. Etra places ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. Like 1, 2, 3, 4, 5, 6, 7, 8 places. So 4 odd place, 4 even place. Then നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. A and E always occupy odd place. എയും ഇയും ഏത് പ്ലേസിൽ മാത്രമേ occupy ചെയ്യത്തുള്ളൂ? odd place. That means എത്ര odd place ഉണ്ട്? 4 odd place. എത്ര ലെറ്റേഴ്സ് ആണ്? A and E. എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 4p2 ways അല്ലെ, and into. Then total 8 എന്താണ്? രണ്ട് പൊസിഷൻ നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. റിമൈനിങ് എത്ര പൊസിഷൻ ഉണ്ട്? റിമൈനിങ് 6 പൊസിഷൻസ്. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ്. എത്രയിൽ പറ്റും? 6p6 അല്ലെങ്കിൽ 6 ഫാക്ടോറിയൽ. 4p2 നമുക്ക് എന്താണ്? 4 into 4 factorial divided by 2 factorial. 4 into 3, 12 into 6 factorial. 6p6 means 6 factorial. 12 into 720 is equal to 8,640. 8,640. Very important question. Exam of 3 term test.
1000C98 is equal to 999C97 plus XC901. XC901. So, നമ്മള് NCRന്റെ അല്ലെങ്കിൽ കോമ്പിനേഷന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. N+1CR can be written as NCR plus NCR minus 1. Then NCR is equal to NCN minus R. NCR is equal to NCN minus R. Clear അല്ലേ? രണ്ട് പ്രോപ്പർട്ടി നമ്മൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് വെച്ച് തന്നെയാണ് മെജോറിറ്റി പ്രോബ്ലം കോമ്പിനേഷനിൽ നിന്ന് ചോദിക്കുന്നത്. കോമ്പിനേഷൻ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. സോ ജസ്റ്റ് ഒന്ന് നോക്കാം. 1000C98. This can be written as 999 plus 1 C98. Okay. So N plus 1 CR equal to എന്താണ് N. 999 CR 98 plus 999 CR minus 1. That means 98 minus 1 97. നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന രണ്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫോർമുല ഇതാണ്. ഇൻഫാക്ട് മെജോറിറ്റി ക്വസ്റ്റ്യൻ കോമ്പിനേഷനിൽ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് പ്രോപ്പർട്ടിയുടെ ബേസിസിലാണ്. സോ നമ്മൾ LHSനെ എങ്ങനെ കൊണ്ടുവന്നു? ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നു. ദെൻ RHS ആയിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കാം. സോ LHS കിട്ടിയത് RHS ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 999C98 plus 999C97 is equal to 999C97 plus XC901. Okay. So അത് ശ്രദ്ധിക്കാം. ഇത് രണ്ടും അല്ലെ LHSലും RHSലും എന്തുണ്ട്? ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മിച്ചമുള്ളത്? 999C98 999C98 is equal to XC901. XC901. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സെക്കൻഡ് ഫോർമുല എന്താണ്? NCR is equal to NCN minus R. സോ എടുക്കാണ് NCR is equal to NCN minus R. എന്ത് കിട്ടും? 999 minus 98. റൈറ്റ് അത് 999C901 കിട്ടിയില്ലേ? Therefore that implies നമുക്ക് എന്ത് പറയാം? RHSും LHSും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 999C901 is equal to XC901. That implies X is equal to 999. 9,999. Sorry, 999. 919. രണ്ട് പ്രോപ്പർട്ടി അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് കോമ്പിനേഷൻ. അതായത് N+1CR is equal to NCR plus NCR minus 1, NCR is equal to NCN minus R. ഈ രണ്ട് പ്രോപ്പർട്ടിയും വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ ആ പ്രോബ്ലം? Next one. How many numbers greater than a million can be formed with the digits 4550453? How many numbers greater than a million? How many numbers greater than a million can be formed with the digits 4550453? How many numbers greater than a million? So million എത്ര digit number ആണ് ഒരു million? 7 digit. എത്ര digits നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ? 1 2 3 4 5 6 7 digits അല്ലെ?
how many numbers greater than a million? So ഇവിടെ 4 5 5 3 5 2 4 ഒക്കെ വന്നിരിക്കുന്നു. സോ നമുക്കൊരു പ്രോപ്പർ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 ഡിജിറ്റ്സ് ഉണ്ട്. സോ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് നമുക്ക് 7 ഡിജിറ്റ് നമ്പർ ആണ് വേണ്ടത്. 7 ഡിജിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അറേഞ്ച്മെന്റ്സ്. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് പൊസിഷനിൽ 0 1 കൊണ്ടുള്ള ടോട്ടൽ അറേഞ്ച്മെന്റ്സ് നമുക്ക് എത്ര പോസിബിൾ ആണ്? 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അതിൽ 3 എന്താണ്? 5 ആണ്. സോ പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് വിത്ത് സം എലൈക്ക് സം റെസ്റ്റ് ഡിഫറെന്റ് എന്നുള്ളത്. സോ 5 എത്ര വരുന്നുണ്ട്? 3 വരുന്നുണ്ട്. 3 ഫാക്ടോറിയൽ. 4 വരുന്നുണ്ട്. 2 വരുന്നുണ്ട്. 2 ഫാക്ടോറിയൽ. 7 into 6 into 5 into 4 divided by 4. ഇത്രയും 420 ways. സോ ഇതിനകത്ത് എന്തും ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് പൊസിഷനിൽ 0 വരുന്നതും ഇൻക്ലൂഡഡ് ആണ് അല്ലേ? then total number of arrangements starting with the digit 0 with digit 0 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര? സോ ഫസ്റ്റ് പൊസിഷൻ 0 മീൻസ് എന്താണ്? അതിന് നമുക്ക് ഒരു രീതിയിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ 0. then റിമൈനിങ് എത്ര പൊസിഷൻ? 6 പൊസിഷൻ 6 ഡിജിറ്റ്സ് എത്ര രീതിയിൽ പറ്റും? 6 ഫാക്ടോറിയൽ വൈസിൽ. then ആ ഒരു റെക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ സം എലൈക്ക് എന്നുള്ളത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 6 into 5 into 4 divided by 2. 60 ways. 60 ways. Then number of arrangements. നമുക്ക് വേണ്ട arrangements. Number of arrangements equal to total arrangements ൽ നിന്ന് total arrangements minus number of arrangements starting with digit 0. Starting with digit 0. Okay. 0 digit start ചെയ്യുന്ന number of arrangements കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന 7 digit numbers. That means എന്താണ്? മില്യനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ. So 420 minus 60 equal to 360 ways. 360 ways. Clearly. So total arrangement, that means നമ്മൾ 7 digit number ഒരു കാരണവശാലും ഫസ്റ്റ് പൊസിഷൻ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പറ്റും. നമ്മൾ ടോട്ടൽ ഇവിടെ 4 ഉം 5 ഒക്കെ ഒന്നിൽ കൂടുതൽ തവണ വന്നിരിക്കുന്നതാണ്. നമ്മൾ എന്തായാലും ടോട്ടൽ അറേഞ്ച്മെന്റ്സിൽ നിന്ന് 0 സ്റ്റാർട്ട് ചെയ്യുന്ന അറേഞ്ച്മെന്റ് കുറച്ച് കളയുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അറേഞ്ച്മെന്റ്സ് വിത്ത് നമ്പർ ഗ്രേറ്റർ ദാൻ എ മില്യൺ. 360 വേസിൽ അറേഞ്ച് ചെയ്യാം. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? Then next one. A building contractor needs 3 helpers out of 10 men supply. So ഇത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ? സോ കോൺട്രാക്ടർ എന്താണ് ചെയ്യുന്നത്? ഔട്ട് ഓഫ് 10 3 പേരെ അറേഞ്ച് ചെയ്യണോ 3 പേരെ സെലക്ട് ചെയ്യണോ? 10C3 equal to 10 factorial divided by 7 factorial into 3 factorial, 10 into 9 into 8 divided by 6. 3, 2, 4, 120. Answer 120. So sometimes 10C3 തരാം, sometimes ഇതേപോലെ വാല്യൂ തരാം. ക്ലിയർ അല്ലേ? അത് മനസ്സിലാക്കണം. ഒറ്റ കാര്യം ഇതാണ്, അത് കോമ്പിനേഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. ഡയറക്റ്റ് 10C3. Then there are 3 blue balls, 4 red balls and 5 green balls. In how many ways can they be arranged in a row?
A be arranged. Arrangement means എന്താണ്? Permutation ആണോ combination ആണോ? Permutation അല്ലേ? So number of arrangements is equal to number of arrangements is equal to number of arrangements is equal to എന്താണ് ഇവിടെ? Some alike, rest different. അല്ലെങ്കിൽ alike വരുന്ന രീതിയിൽ. So total എത്ര വരുന്നുണ്ട്? 3 plus 4, 7 plus 5, 5, 12. So 12 factorial. Then എന്താണ് alike ആയിട്ട് വരുന്നത് rectify ചെയ്യാനായിട്ട് 3 factorial into 4 factorial into 5 factorial. So arrangements with some alike, rest different ആ ഫോർമുല ഇവിടെ എന്താണ് alike ആയിട്ടുള്ള 3 items വരുന്നുണ്ട്. So അത് എത്ര എണ്ണം വെച്ചാണ് alike ആകുന്നത്? അതുകൊണ്ട് rectify ചെയ്യുക. 12 factorial divided by 3 factorial into 4 factorial into 5 factorial. Then try to 12 into 11 into 10 into 9 into 8 into 7 into 6. The 6 under 4 into 3 into 2. 3 factorial 6 ആണ്. So 6 get cancelled. 4 into 2, 8 get cancelled. And 3. Into 7 good. So answer 12 into 11 into 10 into 3 into 7. 12 into 11 into 10 into 3 into 7. 27,720. 27,720. ഈ ഫോർമുലയാണ് അറിഞ്ഞിരിക്കണം. കണ്ട പാടെ തോന്നണം. അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് സം alike, rest different ഫോർമുല യൂസ് ചെയ്യുക. n factorial divided by p factorial into q factorial into r factorial. ഫോർമുല യൂസ് ചെയ്യുക. ആൻസർ ലേക്ക്. Then next question. Very important question. Very important question. So തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? NCR divided by NCR plus 1 equal to 1 by 2 and NCR plus 1 divided by NCR plus 2 equal to 2 by 3. So n-ഉം r-ഉം കമ്പ്യൂട്ട് ചെയ്യാം. സോ ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഒന്ന് ട്രൈ ചെയ്യാം. ആൻസർ ഒന്ന് ശ്രദ്ധിക്കാം. ലാസ്റ്റ് ഇതിനകത്ത് ഇത് ഒരു ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കും. സോ നമ്മൾ ലാസ്റ്റ് ഡേ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി NCR ഡിവൈഡഡ് ബൈ NCR മൈനസ് 1 എന്താണ്? NCR ഡിവൈഡഡ് ബൈ NCR മൈനസ് 1. NCR divided by NCR minus 1 is equal to n minus r plus 1 divided by r. Okay. So അത് വെച്ച് നമ്മൾ ഒരു ഫോർമുല ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. NCR plus 1 divided by NCR. NCR plus 1 divided by NCR. So this can be written as r ന് പകരം നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? r plus 1. n minus of r plus 1 plus 1 divided by r plus 1. That implies നമുക്ക് ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും? n minus r minus 1 plus 1 divided by r plus 1. That implies എന്ത് വരും? n minus r divided by r plus 1. Okay. So നോക്കാം. ഇവിടെ നോക്കാം. NCR plus 1 divided by NCR equal to എന്താണ്? n minus r divided by r plus 1. ഇവിടെ നേരെ അതിന്റെ റെസിപ്രോക്കൽ അല്ലേ ചോദിച്ചിരിക്കുന്നത്? റെസിപ്രോക്കൽ. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? NCR divided by NCR plus 1 is equal to r plus 1 divided by n minus r. എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? നേരെ റെസിപ്രോക്കൽ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഈക്വൽ ടു 2. Plus 1 divided by n minus r is equal to 2.
So NCR, അതായത് R plus 1 divided by N minus R. എന്താണ്? Is equal to 1 by 2. So ഇവിടെ നമുക്ക് റിവിഷൻ എടുക്കുന്നതല്ല, NCR divided by NCR plus 1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്കറിയാവുന്ന ഫോർമുല വെച്ച് നമ്മൾ എന്ത് ചെയ്തു, നേരെ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ദാറ്റ് ഇംപ്ലൈസ് രണ്ട് സ്റ്റെപ്പില് നമുക്ക് എന്ത് വന്നു, ഏറ്റവും സിംപ്ലിഫൈഡ് ഫോർമുല വന്നു, R plus 1 divided by N minus R is equal to 1 by 2. R plus 1 divided by N minus R is equal to 1 by 2. Cross multiply 2 into R plus 1 is equal to N minus R. That implies 2R plus 2 is equal to N minus R. That implies N is equal to 3R plus 2. Equation 1 നോക്കുക. 3R plus 2. Okay. ഇവിടെ ഇനി അടുത്ത ഇക്വേഷൻ ശ്രദ്ധിക്കാം, NCR plus 1 divided by NCR plus 2. നമുക്ക് ഇത് വീണ്ടും നമ്മുടെ ഇതേ ഫോർമുലയിലോട്ട് കൊണ്ടുവന്നാൽ എന്താണ്, NCR plus 2 divided by NCR minus 1. That means ഇവിടെ ഉള്ളതിനെക്കാട്ടിലും ഒന്ന് കുറവ്, NCR divided by NCR minus 1 ഫോർമാറ്റ് തന്നെ പറ്റില്ല. സോ ഇവിടെ എന്ത് വരും, N മൈനസ് ഓഫ് ആറിന് പകരം എന്താണ്, R plus 2 plus 1 divided by R plus 2. സിംപ്ലിഫൈ ചെയ്യുക, ഒറ്റ സ്റ്റെപ്പില് ആൻസറിലേക്ക് വരിക. So that implies N minus R minus 2 plus 1 divided by R plus 2. So എന്ത് വരും, N minus R minus 1, minus 2 plus 1 minus 1 divided by R plus 2 divided by R plus 2 divided by R plus 2. Okay, so that means NCR plus 2 divided by NCR plus 1 ആണെന്ത്, N minus R minus 1 divided by R plus 2. നമുക്ക് വേണ്ടതാണ് ഇതിന്റെ റെസിപ്രോക്കൽ. NCR plus 1 divided by NCR plus 2 equal to R plus 2 divided by N minus R minus 1. Okay, നമ്മുടെ ഫോർമുലയോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, NCR plus 2 divided by NCR plus 1 divided by NCR plus 2 ആണ്. So R plus 2 divided by N minus R minus 1 is equal to, എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, 2 by 3. 2:3 means 2 by 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസറിലേക്ക് വരിക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. That implies 3 into R plus 2 is equal to 2 into N minus R minus 1. 3R plus 6 is equal to 2N minus 2R minus 2. That implies 2N, ബാക്കി എല്ലാത്തിനും കൊണ്ട് വന്നാൽ 3R plus 2R plus 6 minus 2 is equal to 2N. That implies 5R plus 4. 5R minus 2 വരുമ്പോഴത്തേക്കും plus 2. 5R plus 8. 5R plus 8 is equal to 2N. So n നമുക്കറിയാം. സോ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് R കിട്ടും. then ഇക്വേഷൻ 1ലേക്ക് R ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 into substituting the value of 1 into 5R plus 8 is equal to 2 into 3R plus 2. That implies 5R plus 8 is equal to 6R plus 6. So R is equal to 6R plus 4. 2 into 2 1. 6R plus 4. That implies 5R around 8 minus 4 is equal to 6R minus 5R. That implies R is equal to 4. R and 4 on the value substituting in 1. R and 4 on the value substituting 1 and n is equal to 3R plus 2. N is equal to 3 into 4 plus 2. 14.
So n is equal to 14 and r is equal to 4. N is equal to 14 and r is equal to 4. So your formula അറിയാമെങ്കിൽ നമുക്ക് otherwise നമുക്ക് direct combination formula apply ചെയ്ത് solve ചെയ്ത് finally നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നത് ഇതായിരിക്കും. സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഇതാണ് എന്താ കോമ്പിനേഷന്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഈ പറയുന്ന 3 പ്രോപ്പർട്ടിയിൽ നിന്നാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. NCR is equal to NCN minus R, n plus 1 CR is equal to NCR plus NCR and so on. Then NCR divided by NCR minus 1 is equal to n minus R plus 1 divided by R. N minus R plus 1 divided by R. Okay. Clear on our question? Solve here. Solve here. ഇടയ്ക്ക് മാത്രമുള്ള നമുക്ക് വലിയ ക്വസ്റ്റ്യൻ വരുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ആൻസർ ആണ്. ബട്ട് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ മനസ്സിലാക്കണം. ദെൻ ഉടനെ തന്നെ ആ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള നോളജ് ഫോർമുലയിൽ ഉണ്ടാകും. ആൻസർ ചെയ്തോ എല്ലാവരും? ചെയ്തോ? പ്രോബ്ലം സോൾവ് ചെയ്തോ എല്ലാവരും? സിദ്ധാർത്ഥ്, ലിയാജിത്ത് എല്ലാം ചെയ്തോ? സോൾവ് ചെയ്തോ? ദിവസത്തിലേക്ക് പോവാം. Then next one. Six seats of an articled clerk are vacant in a chartered accountant firm. How many different batches of candidates can be chosen out of them? Answer. Out of 10 candidates. 3 seats are vacant. 6. 3 pattum. 10 C6. Like articles in Edeka means it's a selection, it is not an arrangement. Therefore 10 factorial divided by 6 factorial into 4 factorial. 10 into 9 into 8 into 7 divided by 4 into 3 into 2. Okay, 4, 8, 4, 2 get cancelled, 3. 210 ways. 210 ways. It is. Next question. 6 persons A, B, C, D and E, A, B, C, D, E and F are to be seated at a circular table. In how many ways can this be done if A must have either B or C on his right, but B must always have either C or D on his right? No. So നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ 2 കണ്ടീഷൻ ഇമ്പോസ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഫിഗർ വരച്ച് തന്നെ ആൻസർ ചെയ്യണം. Then in how many ways can A, B, C, D, E and F അങ്ങനെ 6 persons ആണുള്ളത്. A, B, C, D, E and F അങ്ങനെ 6 persons are to be seated at a circular table. That means circular permutation. In how many ways can this be done if A must always have either B or C on his right side and B must always have either C or D on his right side? Okay. So നമുക്ക് arrangement നോക്കാം. Just ഒരു arrangements നമുക്കൊന്ന് വരച്ച് നോക്കാം. A ഇവിടെ പ്ലേസ് ചെയ്തു. A must have either B or C on his right side. So നമ്മൾ എന്ത് ചെയ്തു? A യുടെ റൈറ്റ് സൈഡിൽ B അറേഞ്ച് ചെയ്തു. Then രണ്ടാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്താണ്? B must have always have either C or D. B must always have either C or D on his right side. B must have either. So B യുടെ റൈറ്റ് സൈഡിൽ എന്തെടുത്തു? C എടുത്തു. So that means ഇതൊരു രീതിയിലേ പോകുള്ളൂ. ഒരൊറ്റ രീതിയിലേ നമുക്ക് അറേഞ്ച്മെന്റ് പോസിബിൾ. സോ ഇതിനെ ബേസ് ചെയ്ത് ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ട്, എത്ര ലെറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേഴ്സൺസ് ഉണ്ട്? പേഴ്സൺസ് ആണ്, ലെറ്റേഴ്സ് അല്ല. ABC നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുവന്നു. എത്ര രീതിയിൽ ബാക്കി റിമൈനിങ് എത്ര പേഴ്സൺസ് ഉണ്ട്?
സോ ഇവിടെ ടോട്ടൽ 7. അതിൽ എത്ര പേരാണ് ഇപ്പൊ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 3 പേഴ്സൺസ്. നമുക്ക് ഒരൊറ്റ രീതിയിൽ അറേഞ്ച് മീൻസ് 2 റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യും. അത് ആദ്യം അറേഞ്ച് ചെയ്തു. ഇതിനെ ബേസ് ചെയ്ത് എത്ര പേരെ അറേഞ്ച് ചെയ്യണം? 3. സോ സർക്കുലർ പെർമ്യൂട്ടേഷൻ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തിയറി പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് n ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ അല്ലെ, ഈക്വൽ ടു 6. ദെൻ തീർന്നിട്ടില്ല. ഓർ നോക്ക്, ഓർ മീൻസ് പ്ലസ്. ഓർ വേറൊരു അറേഞ്ച്മെന്റ് എന്താണ്? ഇത് മാത്രമല്ലല്ലോ, രണ്ടാമത്തെ അറേഞ്ച്മെന്റ് ശ്രദ്ധിക്കാം. എ അറേഞ്ച് ചെയ്തു, എയുടെ റൈറ്റ് സൈഡിൽ ബി അറേഞ്ച് ചെയ്തു. ബി മസ്റ്റ് ഹാവ് എയ്തർ സി ഓർ ഡി. നമ്മൾ ആദ്യം സി ആയിരുന്നു അറേഞ്ച് ചെയ്തത്, ഇപ്പൊ ഡി അറേഞ്ച് ചെയ്തു. ഓക്കെ, സോ ഈ 3 പേര് ഒരൊറ്റ രീതിയിലേ ഇരിക്കുള്ളൂ. ബാക്കി എത്ര പേരുണ്ട്? ഇതൊരു പൊസിഷൻ ആണ്, ഒരു യൂണിറ്റ് ആണ്. ഇത് എവിടെ പോയാലും ഒരുമിച്ചേ പോകത്തുള്ളൂ. ബാക്കി എത്ര പേരുണ്ട്? എയും ബിയും ഡിയും കഴിഞ്ഞാൽ 3 പേര് അല്ലെ. സോ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് 3 പേരെ സർക്കുലർ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് 3 തിങ്സ് സർക്കുലർ അറേഞ്ച്മെന്റ് എത്ര ഇതിൽ പറ്റും? 3 ഫാക്ടോറിയൽ 6 പ്ലസ് ഓർ. ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടോ? നമ്മൾ അടുത്തത് കൊണ്ടുവരാണ്. എയുടെ റൈറ്റ് സൈഡിൽ ആരും ആകാം, സിയും ആകാലോ. എയുടെ റൈറ്റ് സൈഡിൽ ബി ആകുന്ന 2 കണ്ടീഷൻ നമ്മൾ എടുത്തു. എയുടെ റൈറ്റ് സൈഡിൽ എയുടെ റൈറ്റ് സൈഡിൽ സി ആകാം. ദെൻ പക്ഷെ എന്ത് കണ്ടീഷൻ ഉണ്ട്? ബിയുടെ റൈറ്റ് സൈഡിൽ സി അല്ലെങ്കിൽ ഡി. സി ഇനി വരില്ല, ബിക്കോസ് എയുടെ റൈറ്റ് സൈഡിൽ വന്ന് എയ്തർ ഓർ ആണ്. സോ ബിയുടെ റൈറ്റ് സൈഡിൽ ആര് വരണം? ഡി വരണം. ഓക്കെ, സോ ഇത് 2 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇത് 2 യൂണിറ്റ്സ് ഉണ്ട്. 2 യൂണിറ്റ്സ്, പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ല, 2 യൂണിറ്റ്സ് ആയിട്ടുണ്ട്, എ സിയും ബി ഡിയും. ദെൻ മിച്ചം എത്ര യൂണിറ്റ്സ് ഉണ്ട്? എത്ര യൂണിറ്റ്സ് ഉണ്ട്? 3 യൂണിറ്റ്സ് അല്ലെ. സോ ടോട്ടൽ എത്ര യൂണിറ്റ്സ്? 6 അല്ലേ, 7 അല്ലല്ലോ, 2 അല്ലേ ഉള്ളൂ അല്ലെ. സോ ടോട്ടൽ എത്ര യൂണിറ്റ്സ്? ടോട്ടൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? എ സി എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, എയുടെ റൈറ്റ് സൈഡിൽ സി അല്ലെങ്കിൽ ബി എ വരത്തുള്ളൂ. ദെൻ ബിയുടെ റൈറ്റ് സൈഡിൽ സി അല്ലെങ്കിൽ ഡിയുടെ റൈറ്റ് സൈഡ് സി എന്നുണ്ട്, ബിയുടെ റൈറ്റ് സൈഡിൽ ഇത് 2 യൂണിറ്റ്സ്. 4 കഴിഞ്ഞു. പിന്നെ എന്താണ്? ഇയും എഫും. അങ്ങനെ ടോട്ടൽ എത്ര യൂണിറ്റ്സ്? 1 2 3 4 യൂണിറ്റ്സ് അല്ലേ. 4 യൂണിറ്റ് സർക്കുലർ പെർമ്യൂട്ടേഷൻ എത്രയിൽ അറേഞ്ച് ചെയ്യാം? 4 - 1 ഫാക്ടോറിയൽ. സർക്കുലർ ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തല്ല. 4 യൂണിറ്റ് സർക്കുലർ ആണെങ്കിൽ n - 1 ഫാക്ടോറിയൽ അല്ലെ. സോ ഇത് രണ്ടും എന്താണ്? ഒരു സിംഗിൾ യൂണിറ്റ്. ഇവിടെ എന്താണ്? 2 യൂണിറ്റ് ഉണ്ട്. സോ അറേഞ്ച് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ പൊസിഷനും അപ്പുറം വരാം. അതുകൊണ്ട് തന്നെ എന്താണ്? ടോട്ടൽ യൂണിറ്റ്സ് സർക്കുലറിലേക്ക് വരുമ്പോൾ എത്രയാണ്? ടോട്ടൽ ഇത് എ സി എന്ന് പറഞ്ഞൊരു യൂണിറ്റ്, ബി ഡി എന്ന് പറഞ്ഞൊരു യൂണിറ്റ്, ദെൻ ഇ ഉണ്ട്, എഫ് ഉണ്ട്. അങ്ങനെ 4 യൂണിറ്റ്സ് സർക്കുലർ അറേഞ്ച്മെന്റ് വരുമ്പോൾ n-4 യൂണിറ്റ്സ് -1 4 - 1 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 6. സോ 3 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 + 6 + 6 18 വേസിൽ അറേഞ്ച് ചെയ്യാം. 18 വേസ്. ലക്ഷ്മി എന്ത് പറ്റി ലേറ്റ് ആയിരുന്നു? സർ ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട്. കറണ്ട് ഇല്ല, മഴ രാവിലെ ഒന്നും മഴ അപ്പുറത്ത് നോക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കും. കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ലേ? Yes, sir. Then next question. If NPR is equal to NPR plus 1 and NCR is equal to NCR minus 1, find the value of n. Find the value of n. So ഈ ക്വസ്റ്റൻ നോക്കാം. നല്ലൊരു ക്വസ്റ്റൻ ആണ്. നമുക്കൊരു 2 പ്രോപ്പർട്ടി അറിയാമെങ്കിൽ 2 സ്റ്റെപ്പിലെ ആൻസർ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി പെർമ്യൂട്ടേഷന്റെ ഒന്ന് നോട്ട് ചെയ്യുക. പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. സോ ആ പ്രോപ്പർട്ടി ഒന്ന് നോട്ട് ചെയ്യാം. NPR is equal to NPS ആണെങ്കിൽ
NPR is equal to NPS. NPR is equal to NPS. That implies R plus S equal to 2n minus 1. R plus S is equal to 2n minus 1. So, we this property note cheyidilla. Note cheyidekka. Now, this is the property area. We already NCX is equal to NCY ആണെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കും x is equal to y അല്ലെങ്കിൽ x plus y equal to n അല്ലേ NCX is equal to NCY രണ്ട് പ്രോപ്പർട്ടി ആണുള്ളത് either x equal to y or x plus y equal to n എന്താണ് രണ്ട് പ്രോപ്പർട്ടിയും simultaneously ഹോൾഡ് ചെയ്യാം last day പഠിച്ചില്ല സോ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പ്രോപ്പർട്ടി ഇതാണ് ആ നോട്ട്സിലെ കൊണ്ടുവരാത്തൊരു പ്രോപ്പർട്ടി ഇതാണ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി സോ ഇതറിയാൻ നമുക്ക് രണ്ട് സ്റ്റെപ്പിൽ ആൻസർ ആണ് ഇവിടെ എന്താണ് NPR is equal to NP R plus 1 that implies ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ R plus 1 is equal to 2n minus 1 so that implies 2R plus 1 is equal to 2n minus 1 2R plus 1 is equal to 2n minus 1. So that implies 2R plus 2 is equal to 2n. That implies n is equal to R plus 1. Equation 1. Clear? So this property ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം n minus 2n minus 1 കിട്ടണം. Then second എന്താണ് NCR is equal to NCR minus 1. This is add R plus R minus 1 is equal to n. R plus R minus 1 is equal to n. So that implies 2R minus 1 is equal to n. Equation 2. 2R minus 1 is equal to n. So substitute here value and so n is equal to R plus 1 ആണ് equation 2 ൽ 1 ന്റെ n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2R minus 1 is equal to R plus 1. That implies R is equal to 2. So R ന്റെ വാല്യൂ substitute in equation 1 we get n is equal to 2 plus 1 equal to 3. 2 plus 1 equal to 3. Substitution method ലും നമുക്ക് ഇത് കണ്ടുപിടിക്കാം ഇവിടെ ഫോർ ഇക്വേഷനിലോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ പക്ഷെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അഡീഷണൽ ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇത് ആ നോട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തിട്ടില്ല സോ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോട്ട് ചെയ്യുക വെരി ഇമ്പോർട്ടന്റ് ഒരു പ്രോപ്പർട്ടി കൂടെ പെർമ്യൂട്ടേഷന്റെ ഒരു പ്രോപ്പർട്ടി NPR equal to NPS ആണെങ്കിൽ R plus S is equal to 2n minus 1. R plus S is equal to 2n minus 1. R plus S equal to 2n minus 1. So substitute ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് R2 കിട്ടും R is equal to 2 and N is equal to 3. N is equal to 3. How many 6-digit telephone numbers can be formed by using 10 distinct digits? 10 distinct digits. 10p6. 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 So digit array telephone number or type arrangement ആണ് അതുകൊണ്ട് 10p6. So 10 factorial divided by 4 factorial. Spread answer 10 into 9 into 8 into 7 into 6 into 5. 10 into 9 into 8 into 7 into 6 into 5. Correct answer. 150 and 200.
1,51,200. Okay. 1,51,200. Okay. Next one. In how many ways a committee of 6 members? Okay. So committee like 6 members venam out of form from a group of 7 boys and 4 girls. And the restriction on having at least 2 girls in the committee. Okay. So at least 2, that means minimum 2 venam. Boys 4 aga. Then 3 venam from 3 aga. Then 4 venam 2 aga. Okay. Then either plus either. 7C4 into 4C2 plus 3C3 into 7C3 into 4C3 plus 7C2 into 4C4. 7C2 into 4C4. 7C3 into 4C3. 7C4 into 4C2 plus 7C3 into 4C3 plus 7C2 into 4C4. So equal to 35 into 6 equal to 35 into 4. Then 21 into 1. Totally, yeah. Plus 35 into 6, 35 into 4, 21 into 1. Return 371. So committee selection. Then question okay. Very important question. 18CR is equal to 18CR plus 2. Then find the value of RC5. 18CR is equal to 18CR plus 2. So now NCX is equal to NCY. X plus Y equal to N. That implies now R plus 2 is equal to 18. 2R plus 2 is equal to 18. That implies 2R is equal to 18 divided by 18 minus 2, 16. Therefore, R is equal to 8. So R alone another RC5. That means 8C5. 8 factorial divided by 5 factorial into 3 factorial. 8 into 7 into 6 divided by 6. Correct answer 56. No, property based question. Combination normal scenario property based question. Good answer. Yes, sir. Yes, sir. Next question. 7 books are to be arranged in such arranged. That means no word now can do one slide permutation or combination. Then arranged. Permutation. Okay. So 7 books are 1, 2, 3, 4, 5, 6, 7. Arrange 7 factorial 7 p7. So that 2 particular books are always at the first and the last post. So either B1, B7 just to so either B7 and B1. So 2 particular are and the books on the first position, last position. Now the interchange B1, B7 item, B7, B1 item. So that means 2 ways. Let me 2 ways into remaining etra position on the 1, 2, 3, 4, 5 positions. Etra books on the 5 positions. Etra books on the already etra book arrange it random. So remaining 5 books, 5 position, 5P5, 5 factorial. 2 into 120 is equal to 240.
Yeah, next one. Find the number of arrangements. Arrangements means permutation in which the letters of the word Monday be arranged so that the word thus formed begin with M. Okay, so MONDAY. 1, 2, 3, 4, 5, 6 positions. 1, 2, 3, 4, 5, 6. അത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? So that the word must thus formed begin with M. So first position എന്തായിരിക്കണം? M ആയിരിക്കണം. ഇത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? അല്ല, അവിടെ ഒരു പൊസിഷൻ ഒരു ലെറ്റർ എത്ര രീതിയിലാണ്? 1 into then പിന്നെന്താണ്? And do not end with N. ഇവിടെ എന്ത് വരാൻ പാടില്ല? N ഒഴികെ ബാക്കി ഏതും വരാം. ദാറ്റ് മീൻസ് ബാക്കി ഏതും ഇൻ ദ സെൻസ് എന്താണ്? എം ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എമ്മും എന്നും കഴിച്ചാൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? എമ്മും എന്നും കഴിഞ്ഞാൽ എത്ര പൊസിഷൻ? 1, 2, 3, 4 പൊസിഷൻ. എത്ര ലെറ്റേഴ്സ് ഉണ്ട് എമ്മും എന്നും കഴിഞ്ഞാൽ? എമ്മും എന്നും അല്ലാതെ ഇവിടെ ഈ ഒരു പൊസിഷനിലേക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് 1 പൊസിഷൻ. എത്രയിൽ അറേഞ്ച് ചെയ്യാം? 4 വേസിലല്ലേ? 4p1 അല്ലെങ്കിൽ 4p1 അല്ലെങ്കിൽ 4. ദെൻ റിമൈനിങ് എത്ര പൊസിഷൻ ഉണ്ട്? 4 പൊസിഷൻ. എത്ര ലെറ്റേഴ്സ് എലിജിബിൾ ആണ്? എമ്മും എൻ അല്ലാതെ വേറെ ഏതോ ഒരെണ്ണം. ദാറ്റ് മീൻസ് എൻ ഉൾപ്പെടെ ഇവിടെ എത്ര ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട്. എത്രയിൽ പറ്റും? 4p4 അല്ലെങ്കിൽ 4 factorial. 1 into 4 factorial into 4. ക്ലിയർ ആയോ? ആദ്യം റെസ്ട്രിക്ഷൻ എല്ലാം നമ്മൾ ചെയ്യണം. ദെൻ മിച്ചമുള്ള ലെറ്റർ മിച്ചമുള്ള പൊസിഷൻസിലേക്ക് നോർമൽ പെർമ്യൂട്ടേഷൻ. ഫസ്റ്റ് പൊസിഷൻ എം ആയിരിക്കണം. അതുകൊണ്ട് ഒരൊറ്റ രീതിയിലേ പറ്റത്തുള്ളൂ, എം മാത്രം. ലാസ്റ്റ് പൊസിഷനിൽ എൻ ആകും. ദാറ്റ് മീൻസ് ഓൾറെഡി എം കഴിഞ്ഞു പോയിട്ട് വിത്തൗട്ട് റെപ്പറ്റീഷൻ ആയതുകൊണ്ട് ഈ എമ്മും എന്നും ഇവിടെ പറ്റില്ല. മിച്ചം 4 ലെറ്റേഴ്സ് ഉണ്ട് ഒരു പൊസിഷൻ ആയതുകൊണ്ട് 4p1 അല്ലെങ്കിൽ 4 വേസ് അല്ലെ? ഒന്നില് O അല്ലെങ്കിൽ D അല്ലെങ്കിൽ A അല്ലെങ്കിൽ Y. അതാണ് 4 വേസ്. ദെൻ ആൻഡ് ആയതുകൊണ്ട് ഇൻഡു. ദെൻ മിച്ചം എമ്മും ഈ എൻ അല്ലാതെ വേറെ ഏതോ ഒരു നമ്പറും ഡിജിറ്റ് ലെറ്ററും കഴിഞ്ഞാൽ ദെൻ എൻ ഉൾപ്പെടെ 4 ലെറ്റേഴ്സ് ഉണ്ട് 4 പൊസിഷൻസ്. യു ഹാവ് ടു അറേഞ്ച് 4 പൊസിഷൻസ്. So 1 into 4 factorial into 4. Try to answer. 24 into 4 equal to 96. In how many ways 7 billiard balls be arranged? Okay, it's an important word. Arrange, that means permutation of. If 7 of them are black and 6 red and 4 white. Okay, so arrangement ആണ് number of arrangements. നമുക്ക് എന്താണ്? പെർമ്യൂട്ടേഷൻ വിത്ത് സം എലൈക്ക് ഫോമിൽ എടുക്കാം. 17 factorial divided by 17 ബോൾസ് ഉണ്ട്, അത് അറേഞ്ച് ചെയ്തു. ദെൻ ഒരേ കളറിലുള്ളത് അല്ലെങ്കിൽ എലൈക്ക് വരുന്നത് കൊണ്ട് തന്നെ 7 factorial into 6 factorial into 4 factorial. 7 factorial into 6 factorial into 4 factorial. 17 into 16 into 15 into 14 into 13, 12, 11, 10, 9, 8 divided by 6 into 5 into 4 into 3 into 2 into 4 into 3 into 2. Simplify ചെയ്ത് ആൻസർ പറയും. So 4, 4, 16 get cancelled. 4 into 4, 16, then 3 into 3, 9, 5 into 2, 10, then 6 into 2, 12. Okay. So remaining multiply ചെയ്ത് ആൻസർ പറയാം. Multiply the answer. 40,84,080. 40,84,080. Choice A. 40,84,080. ഇതിലാണ് ആൻസർ. ഇത് കണ്ടുപിടിക്കുന്നത് ഇത് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണ്?
permutation with some like rest different scenario formula 17 factorial divided by 7 factorial into 6 factorial. Total number of arrangements അല്ലെങ്കിൽ permutations. Clear? Yes, Video sir. learning. Okay. Then next question. Out of 4 gens, 6 ladies, a committee to be formed, and the number of ways the committee can be formed such that it comprises of at least 2 gens. No. So കമ്മിറ്റിയിലേക്ക് എത്ര ആൾക്കാർ വേണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? 4 gens, 6 ladies. Restriction എന്താണ്? At least 2 gens. And at least number of and least number of ladies should be double gens. Least number of ladies should be double of gens. So നമ്മുടെ കമ്മിറ്റിയിലേക്ക് എത്ര പേര് വേണം എന്ന് പറഞ്ഞിട്ടില്ല. 4 gens, 6 ladies. Okay. So first നമ്മുടെ റെസ്ട്രിക്ഷൻ എന്താണ്? കമ്മിറ്റിയിലേക്ക് മിനിമം അറ്റ്ലീസ്റ്റ് എത്ര ജെൻസ് വേണം? 2. അല്ലേ? സോ പിന്നെന്താണ് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ കൂടെ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ലേഡീസ് മിനിമം എത്രയാണ്? ലീസ്റ്റ് എത്രയാണ്? നമ്പർ ഓഫ് ലേഡീസ് മിനിമം എത്ര വേണം? ജെൻസിന്റെ ഡബിൾ അല്ലെ? കറക്റ്റ് അല്ലേ? മിനിമം. ദാറ്റ് മീൻസ് എത്രയാകും? 4 ലേഡീസ് ആകാം. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 2 ജെൻസ് 5 ലേഡീസ് ആകാമല്ലോ. ബിക്കോസ് ലീസ്റ്റ് നമ്പർ ഓഫ് ലേഡീസ് ഷുഡ് ബി ഡബിൾ ഓഫ് ജെൻസ്. ഒരു കമ്മിറ്റിയിലേക്ക് ഇത്ര പേരെ ആകാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഒന്നുകിൽ നമുക്ക് 6 ലേഡീസും 4 ജെൻസും ആണ് ഉള്ളത്. സോ 2 ജെൻസ് എടുത്താൽ ഒന്നുകിൽ 4 ലേഡീസ് അല്ലെങ്കിൽ 5 ലേഡീസ്, 2 ജെൻസ് അല്ലെങ്കിൽ 6 ലേഡീസ്. കറക്റ്റ് അല്ലേ? ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്. സോ 2 4 2 5 2 6 ആകാം. ബിക്കോസ് ലീസ്റ്റ് നമ്പർ ഓഫ് ലേഡീസ് ഷുഡ് ബി ഡബിൾ ദാറ്റ് ഓഫ് ജെൻസ്. സോ മിനിമം എത്രയാണ്? ഡബിൾ എങ്കിലും വന്നിരിക്കണം. സോ 2 പേരാണ് ജെൻസ് എങ്കിൽ ഒന്നുകിൽ 4 ആകാം, അല്ലെങ്കിൽ or then 3 ജെൻസ് ആവുകയാണെങ്കിലോ എത്രയായിരിക്കും ലേഡീസ്? 6 ladies. 7 വരത്തില്ല. ബിക്കോസ് ആകെ എത്ര ലേഡീസേ ഉള്ളൂ? 6. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് എങ്ങോട്ട് മാറ്റുക? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ബിക്കോസ് സെലക്ഷൻ, കമ്മിറ്റിയിലേക്കുള്ള സെലക്ഷൻ. സോ ദാറ്റ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 4C2 into 6C4 plus 4C2 into 6C5 plus 4C2 into 6C6 plus 4C3 into 6C6. Compute the answer പറയാം. So 4C2 6 വരും, 6 into 4 6C4 15 90. Then again 6 into 6C5 6 ആണ് 36. Then 4C2 6 ആണ് into 6C6 1 ആണ് 6. 4C3 4 ആണ് into 1 4. Total 136. 136. So answer 136. Clear അല്ലേ? ഇതിനകത്ത് ആ ഒരു 2 കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഒരു തെറ്റ് വരുന്ന 2 4 എടുക്കും, 3 6 മാത്രം എടുക്കും. അല്ല, ലീസ്റ്റ് നമ്പർ ഓഫ് ലേഡീസ് ഷുഡ് ബി ഡബിൾ ഓഫ് ജെൻസ്. 2 4 ആകാം, 2 5 ആകാം, 2 6 ആകാം, then 3 6 ആകാം. 4 6 ആകില്ല. ബിക്കോസ് ജെൻസിന്റെ ഡബിള് നമുക്ക് എന്താണ് കമ്മിറ്റിയിൽ ലേഡീസ് ഉണ്ടാവണം. അതുകൊണ്ട് 4 ജെൻസിന്റെ പോസിബിലിറ്റി ഇല്ല. ഓക്കെ അല്ലേ? Yes, sir. Then next one, 6 points are on a circle. Circle 6 points ഉണ്ട്. Number of quadrilaterals that can be formed are. ഒരു quadrilateral ഫോം ചെയ്യാൻ എത്ര പോയിന്റ്സ് വേണം? 4 points. അല്ലെ? Out of 6 we have to select 4 at a time. And so 6 factorial divided by 4 factorial into 2 factorial.
6 into 5 divided by 2 varum 15. Okay. So exam question നമുക്ക് എത്ര seconds വേണം solve ചെയ്യാൻ? Yes, sir. Then number of ways of arranging 6 boys and 4 girls in a row so that all 4 girls are together. All 4 girls are together. So the formula use here. N minus r plus 1 factorial into r factorial. All 4 girls are together. Specific order പറഞ്ഞിട്ടില്ല. Therefore n എത്രയാണ് ഇവിടെ? 10 ആണ്, r 4 ആണ്. So 10 minus 4 plus 1 factorial into 4 factorial is equal to 7 factorial into 4 factorial. So formula apply ചെയ്യണ എളുപ്പമാണ്. Otherwise നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരും ബോയ്സിനെ അറേഞ്ച് ചെയ്യേണ്ടി വരും. ആദ്യം ഗേൾസിനെ അറേഞ്ച് ചെയ്യേണ്ടി വരും. Then അതൊരു യൂണിറ്റ് ആണ്. Then total remaining 6 units boys. അങ്ങനെ 7 factorial. So direct formula apply ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നേരെ ഇട്ട് കൊടുക്കുക. n 10 ആണ് ടോട്ടൽ. 6 plus 4 10 ആണ്. r ഒരുമിച്ച് വരുന്നത് 4 എണ്ണമാണ്. 4 കൊടുത്തു. Then സ്പെസിഫിക് ഓർഡർ അല്ലാത്തതുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് into 4 factorial. ഓക്കെ അല്ലേ? സോ ഫോർമുലാസ് എല്ലാം നല്ല ഗ്രിപ്പ് ഉണ്ടാവണം. നമുക്ക് ഒട്ടുമിക്ക ക്വസ്റ്റൻ 1-2 ക്വസ്റ്റൻ വെച്ച് பார்த்து നമുക്ക് നോർമലി അത് എക്സാമിന് ചോദിക്കണമെന്നില്ല, മാറി മാറി ചോദിക്കുന്നതാണ്. സോ അല്ലാത്ത കേസിലെല്ലാം തന്നെ നമുക്ക് എന്താണ് വിത്തിൻ 10 സെക്കൻഡ്സിനുള്ളിൽ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? Yes, sir. Then next one. How many numbers not exceeding 1000? Not exceeding 1000. Not exceeding 1000 can be made from the digits 1, 2, 3 up to 9. 5, 6, 7, 8. So that means 9 digits. How many numbers not exceeding 1000? 1000 means 3 digit number. 4 digit number. That means നമുക്ക് വേണ്ടത് എന്താണോ നോട്ട് എക്സീഡിങ് 1000 ആണ്. ദാറ്റ് മീൻസ് എല്ലാവർക്കും വേണ്ടത് 3 ഡിജിറ്റ് നമ്പർ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഇത് എന്താകും, ഒരു 3 ഡിജിറ്റ് നമ്പർ ആകാം, 3 ഡിജിറ്റ് നമ്പർ ഓർ 2 ഡിജിറ്റ് നമ്പർ അല്ലെ? ഒരു ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടില്ല 2 ഡിജിറ്റ് 3 ഡിജിറ്റ് എടുത്തു പറഞ്ഞിട്ടില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി എ 3 ഡിജിറ്റ് നമ്പർ ഓർ 2 ഡിജിറ്റ് നമ്പർ ഓർ 1 ഡിജിറ്റ് നമ്പർ അല്ലെ? സോ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 9 ഡിജിറ്റ്സ് 3 പൊസിഷൻസ്. എത്രയിൽ അറേഞ്ച് ചെയ്യാം? 9p3 അല്ലെ? 9 into 8 into 7 കണ്ടുപിടിക്കാം. ഓർ മീൻസ് പ്ലസ്. ദെൻ 2 ഡിജിറ്റ് നമ്പർ ആണ്, 9 ഡിജിറ്റ്സ് അവൈലബിൾ. എത്രയിൽ പറ്റും? 9p2 എത്രയിൽ പറ്റും? 9 into 8 കണ്ടുപിടിക്കാം. പ്ലസ് 1 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 9 ഡിജിറ്റ്സ് എത്രയിൽ പറ്റും? 9p1 ഈക്വൽ ടു 9 into 1 അല്ലെങ്കിൽ 9. സോ എത്ര കിട്ടും? 9 into 8 into 7 504 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 585. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് നോർമലി സ്റ്റുഡൻസ് വന്നിട്ട് 3 ഡിജിറ്റ് നമ്പർ മാത്രം എടുക്കും. ലെസ് ദാൻ 1000 മീൻസ് 3 ഡിജിറ്റ് ആകാം. ഓർ മീൻസ് പ്ലസ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് ആൻഡ് ഈക്വൽ ടു ആൻഡ് ഇംപ്ലൈസ് മൾട്ടിപ്ലൈ ഓർ ഇംപ്ലൈസ് അഡീഷൻ. ക്ലിയർ അല്ലേ? Yes, sir. Then next one. ഇതിന്റെ ആൻസർ ഒന്ന് പറയാം. A garden having 6 tall trees in a row. In how many ways 5 children stand one in a gap between the trees in order to pose for a photograph? So ഫോട്ടോഗ്രാഫിന് പോസ് ചെയ്യുക ഒരു റോയിലാണെന്ന് പറഞ്ഞിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്? ലീനിയർ പെർമ്യൂട്ടേഷൻ. ദാറ്റ് മീൻസ് അറേഞ്ച്മെന്റ്. എത്ര അറേഞ്ച്മെന്റ് പോസിബിൾ ആയിരിക്കും എന്ന് പറയാം. പെർമ്യൂട്ടേഷൻ നൊട്ടേഷൻ ആൻസർ പറയാം. ഫിഗർ വിട്ടേക്കാം. എത്രയാണ്? 5 factorial. Like so 5 factorial
അല്ലെങ്കിൽ 5p5 അല്ലെ, 5 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 5p5. വേറെ എന്തെങ്കിലും ആൻസർ തോന്നിയോ ആർക്കെങ്കിലും? ഇതിനകത്ത് നോർമലി എല്ലാവർക്കും വരുന്ന ഒരു ഇതാണ്. നമുക്ക് ഇപ്പം ഇതിനകത്ത് 2 ചോയ്സ് ആണ്. ഇപ്പം ചോയ്സ് വൈസ് തരികയാണെങ്കിൽ ഒരെണ്ണം 5p5 ഒരെണ്ണം, ദെൻ 7p5 ഒരെണ്ണം, ദെൻ 8p5 none എന്ന രീതിയിലാണ് തന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ആൻസർ? സോ നോർമലി എല്ലാവർക്കും വരുന്ന ഒരു 2 നോർമലി ചിന്തിച്ചു വരുമ്പോൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ഇപ്പം ഇവിടെ ലക്ഷ്മി പറഞ്ഞു 5p5 അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു. 5 ഫാക്ടോറിയൽ എത്രയാണ്? 120 ആണ്. 120 എന്ന് പറഞ്ഞു. നോർമലി വരുന്ന ഒരു തെറ്റ് ഇതാണ്, ഒന്ന് ശ്രദ്ധിക്കാം. സോ T1 3 4 5 6 ട്രീസ് ഉണ്ടെങ്കിൽ എത്ര പൊസിഷൻ ലീനിയർ പെർമിഷൻ അല്ലെങ്കിൽ റോയിൽ ആണെന്നുണ്ടെങ്കിൽ എത്ര പൊസിഷൻ അവൈലബിൾ ആകും? ആക്ച്വലി 1 2 3 4 5 6 7. സോ നമ്മളെ ഈ 2 എക്സ്ട്രീം പൊസിഷൻ, ദാറ്റ് മീൻസ് ഈ പൊസിഷൻ എടുത്താൽ നമുക്ക് എന്താണ് വരുന്നത്? ഇവിടെ ഒരു ചിൽഡ്രൻ, ഇവിടെ 2 3 4 5. സോ ദാറ്റ് മീൻസ് ഇതെന്താണ്? നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ചിൽഡ്രൻ എവിടെയാണ്? 2 ട്രീയുടെ ഗ്യാപ്പിലല്ല വരുന്നത്. 1 ഇൻ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ട്രീസ്. സോ ഇൻ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ട്രീസ് ആണെങ്കിൽ എത്ര പൊസിഷൻ ഉണ്ടാവും? 1 ഉണ്ട്. ഇതൊരു ബിറ്റ്വീൻ ഗ്യാപ്പ് ആണ്, ഒരു പൊസിഷൻ. ഇത് 2, ഇത് 3, ഇവിടെ 4, ഇവിടെ 5 ഉണ്ടോ? സോ ഇൻ ബിറ്റ്വീൻ 2 ട്രീക്ക് ഇൻ ബിറ്റ്വീൻ പൊസിഷൻ വരുന്ന എത്ര പൊസിഷനേ ഉള്ളൂ? 5 പൊസിഷൻസ്, 5 ചിൽഡ്രൻ. എത്ര രീതിയിൽ പറ്റും? 5p5 അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ ബേസ് അല്ലെ. സോ ഈ ട്രീ നമ്മൾ പറിച്ച് മാറ്റി വെക്കുന്നില്ല, അവിടെ നിൽക്കുകയാണ്. 7p5 എന്ന രീതി നമുക്ക് നോർമലി ചില ക്ലാസ്സിൽ കാണുന്നതാണ് 7p5. ദാറ്റ് മീൻസ് എന്താണ്? ഈ ട്രീ ചേഞ്ച് ചെയ്യണം. ട്രീ ചേഞ്ച് ചെയ്യോ? ട്രീ അവിടെ ഫിക്സഡ് ആണ്. സോ ഇൻ ബിറ്റ്വീൻ ട്രീ എത്ര പൊസിഷൻസ് ഉണ്ട്? 5 പൊസിഷൻസ് ഉണ്ട്, 5 ചിൽഡ്രൻ. എത്ര രീതിയിൽ പറ്റും? 5p5 അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 120. ക്ലിയർ ആണ്? സോ ചിലരെങ്കിലും ആ പൊസിഷൻ വെച്ചിട്ട് 7p5 എന്ന് പറയും. സോ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഓക്കെ 7p5. ഇവിടെ പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. എവിടെ ചിൽഡ്രനെ പ്ലേസ് ചെയ്യാവുള്ളൂ? 1 ഇൻ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ട്രീസ്. ബിറ്റ്വീൻ ട്രീസ് ആണ്. സോ ബിറ്റ്വീൻ ഈ 2 പൊസിഷൻ എന്താണ്? ബിറ്റ്വീൻ ട്രീ പൊസിഷൻ അല്ല. ലെഫ്റ്റ് എക്സ്ട്രീമും റൈറ്റ് എക്സ്ട്രീമും എന്താണ്? ട്രീയുടെ സൈഡിൽ എന്നേ പറയാൻ പറ്റുള്ളൂ, ബിറ്റ്വീൻ പൊസിഷൻ അല്ല. സോ ബിറ്റ്വീൻ പൊസിഷൻ 5 പൊസിഷൻസേ ഉള്ളൂ. 5 ചിൽഡ്രനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. 5p5 അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. ക്ലിയർ അല്ലേ? എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഈ 7p5 ചോയ്സ് തന്നാൽ ഒത്തിരി പേര് ആൻസറിലേക്ക് പോകുമായിരുന്നു. ബിക്കോസ് 7 പൊസിഷനൊക്കെ എലിജിബിൾ ആവും, പക്ഷെ നമ്മുടെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ. ക്ലിയർ അല്ലേ? Yes, sir. Then next one. 15c3 plus 15c3 is equal to. Very important question. 15c3 plus 15c3 is equal to 15c3 plus 15c3. C3 plus 15c3 is equal to 15c3 plus 15c3. 15c3 plus 15c3. നമ്മൾ പറഞ്ഞെടുത്ത 2 ഫോമുലയാണ്. NCR can be written as NC n minus r. Then n plus 1 CR is equal to NCR plus NCR minus 1. കറക്റ്റ് അല്ലേ? 2 പ്രോപ്പർട്ടീസ്. സോ ഇവിടെ നോക്കാം. ഇവിടെ 15c3. സോ ഈ 15c3യെ NC n minus r. 15c13. Sorry, 15c3 plus 15c13. 15c3 plus 15c13. Okay. So this can be written as 15
C 15 minus 13. Correct. ശരിയല്ലേ? NCR is equal to NCN minus R. Okay ആണോ? Yes, sir. So this can be written as 15C3 plus 15C2. So ഇപ്പൊ ഇത് എന്തോന്നു? NCN minus NCN, sorry, NCR plus NCR minus 1. So NCR plus NCR plus R minus 1 can be written as N plus 1 CR. N plus 1. That means 15 plus 1 CR equal to 3. That means now can 16C3. 16C3. Clear enough? ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നതാണ് ഈ രണ്ട് പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു കോമ്പിനേഷന് ഏറ്റവും കൂടുതൽ എക്സാമിന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തതാണ്. ഓക്കെ, ഫസ്റ്റ് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഇതിനെ NC 15C13 15 minus 13. So then 15C3 plus 15C2. ഇതെന്താണ്? NCR plus NCR minus 1. So N plus 1C. N 15 ആണ്, 15 plus 1 C3, 16C3. 16C3. Yes, sir. Then next one. Consider how many ways a team of 11 players can be made out of 15 players if one particular player is not to be selected in the team. So it means selection. The selection permutation or combination. Selection. Combination. Okay. So 15 പേര് ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഒരു ടീമിലേക്ക് 11 പേരെ സെലക്ട് ചെയ്യണം. പക്ഷേ എന്താണ് റെസ്ട്രിക്ഷൻ ഇമ്പോസിങ്? ഈ 15 പേരിൽ ഒരാളെ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട. ദാറ്റ് മീൻസ് നമ്മളെ എത്ര പേരെ ഉള്ളൂ? കൺസിഡർ ചെയ്യുന്നത് 14 പേരെ ഉള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വരും? 14C11. 14C11. 14 factorial divided by 11 factorial into 3 factorial. 14 into 13 into 12 divided by 6. Multiply the answer പറയാം. 364. 364. Then question ചെയ്യാം. Letters of the word violent arranged so that vowels occupy even place only. Letters of the word violent so that vowels occupy even place only. Number of permutations. Letters of the word violent. One, two, three, 4, 5, 6, 7 positions. Vowels occupy even place. Etra vowels undu? Etra vowels undu? 3 vowels. Then consonants 4. Vowels occupy even place. Etra even places undu? 1, 2, 3. 3 even place. 3 place, 3 vowels. 3 factorial base. Then remaining 4 place, 4 consonants. 4 factorial. So 3 factorial 6 ആണ്, 4 factorial 24 ആണ്. Multiply 144. 144. 144. 144. Next question. If NP4 is equal to 20 into NP2, NP4 is equal to 20 into NP2. So NP4 is equal to 20 into NP2. N in the value NP4 can be written as n factorial divided by n minus 4 factorial is equal to
20 into n factorial divided by n minus 2 factorial. That implies n factorial divided by n factorial divided by n minus 4 factorial is equal to 20 into n factorial divided by n minus 2 into n minus 3 into n minus 4 factorial. Okay. So n minus 4 factorial get cancelled, n factorial get cancelled, cross multiply ചെയ്യുമ്പോൾ എന്ത് കിട്ടും? n minus 2 into n minus 3 is equal to 20. So ഇത് നേരെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാതിരിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും. സോ നമുക്ക് എന്താണ് 5 into 4 നമുക്ക് എന്ത് കിട്ടണം? 20 കിട്ടണം. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എത്ര വേണം? പോസിറ്റീവ് വാല്യൂസ്. -2 എടുത്താൽ നമുക്ക് കിട്ടും. പക്ഷേ n-ന് 7 കൊടുത്താൽ 7 minus 2 5 ആണ്, 7 minus 3 4 ആണ്. 5 into 4 20 ആണ്. സോ ആൻസർ എന്ത് വരും? n നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരിക്കലും എന്താണ് അറേഞ്ച്മെന്റ്സിലൊന്നും നെഗറ്റീവ് ക്വാണ്ടിറ്റി വരില്ല. therefore n is equal to 7. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോയാലും എന്ത് വരും? n square minus 5n plus 6 is equal to 20. That means n square minus 5n minus 14 is equal to 0. No, two numbers multiply minus 14, add minus 5, minus 7 and 2. n minus 7 into n plus 2 equal to 0. That implies n is equal to 7 and n is equal to minus 2. Okay. So ഇതിന്റെ ബേസിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ ചോയ്സ് എഴുതിയാൽ ഗോൺ. നമുക്ക് ഒരിക്കലും അറേഞ്ച്മെന്റ്സ് പെർമ്യൂട്ടേഷൻ എന്നൊന്നും എന്താകത്തില്ല, നെഗറ്റീവ് വാല്യൂസ് ഇല്ല, പോസിറ്റീവ് വാല്യൂ. പെർമ്യൂട്ടേഷൻ മീൻസ് ആൻ അറേഞ്ച്മെന്റ്. therefore നെഗറ്റീവ് ക്വാണ്ടിറ്റി അറേഞ്ച് ചെയ്തു എന്നൊരു കോൺസെപ്റ്റ് നമുക്കില്ല. therefore n is equal to 7. ക്ലിയർ അല്ലേ? Okay, no question. Yes, sir. Okay. So exam very important question. Exam on the state lana. Very important question. So the 13C6 plus 2 into 13C5 plus 13C4 equal to 15cx. Very very important. Okay. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഒരു കോമ്പിനേഷന്റെ പ്രോപ്പർട്ടി വെച്ച് ആൻസർ ആണ്. സോ 13C6 2 into 13C5 നെയും എഴുതാം. 13C5 plus 13C5 കറക്റ്റ് അല്ലേ? 2 into 13C5 means 13C5 രണ്ട് തവണ വന്നതല്ലേ മീനിങ്? Yes, sir. Okay. So ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇതാണ്. ഈ 13C5 plus 13C5 plus 13C4 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 okay equal to എന്താണ്? 15cx 15cx. ശ്രദ്ധിക്കാം, ഈ രണ്ട് ക്വാണ്ടിറ്റി എടുത്താൽ 13C5 plus 13C4 NCR plus NCR minus 1 എന്താണ് ഫോർമുല? N plus 1 CR. n plus 1 CR അല്ലേ? സോ ഇത് എന്തായിട്ട് മാറുന്നു പറയാം? 14C5. 14C5. ഓക്കെ. സോ അതേപോലെ തന്നെ ഇതും ഒന്ന് നോക്കി. 13C6 plus 13C5 ഇതും എന്ത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? NCR plus NCR minus 1 ഫോർമാറ്റ് അല്ലേ? സോ ഇവിടെ എത്ര വരും? അത് ചേഞ്ച് ചെയ്യുമ്പോൾ എത്രയാവും? n plus 1. That means 13 plus 1 14C6. നോക്കി, ഇപ്പൊ കിട്ടിയ ഈ പ്രോപ്പർട്ടി ഒന്ന് നോക്കി. ഇതും എന്താണ്? 14C6 plus 14C5 again NCR plus NCR minus 1 ഫോർമാറ്റ് അല്ലേ? സോ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15C6 is equal to 15CX. എത്രയായിരിക്കും എക്സ്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ചോയ്സിൽ പോലും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ആക്ച്വലി അതൊരു നമ്മുടെ ഒറ്റയടിക്ക് പറഞ്ഞു എക്സ്. നമുക്ക് രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. എന്താണ്? NC x is equal to NCY ആണെങ്കിൽ ഒന്നുകിൽ x equal to y, അത് വെച്ചിട്ടല്ല x equal to 6 എന്ന് പറഞ്ഞത്.
അല്ലേ? അല്ലേ? വേറൊരു പ്രോപ്പർട്ടി എന്താണ്? ഓർ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ അല്ലെ? സോ എക്സ് ഈക്വൽ ടു 6 ഒരെണ്ണം ആകാം. ദെൻ 6 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 15. therefore എക്സ് എത്ര വരും? 9 വരാം. ക്ലിയർ അല്ലേ? സോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നോർമലി ഒറ്റയടിക്ക് നോക്കുന്ന പോലെ 15c 6 is equal to 15c x, therefore x 6 ആയിരിക്കണം. സോ x 9 ആണെങ്കിലും എന്ത് സ്യൂട്ട് ആവും? സോ ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ 9 തന്നിട്ട് ബോത്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചോയ്സ് തന്നെ. അവർക്ക് ചോയ്സ് 9 തന്നെ ആയിരുന്നു തന്നിരുന്നത്. ക്ലിയർ അല്ലേ? x 6 ആകാം, x 9 ആകാം. രണ്ടാണെങ്കിലും ആൻസർ ശരിയായിരിക്കും. സോ x 6 ആകാം, ഇവിടെ 9 ആകാം. അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്. x is 15c 6 is equal to 15cx, therefore x is equal to 6 ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം 10 ആണ് തന്നിരിക്കുന്നത്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തന്നിരിക്കുന്ന ചോയ്സിൽ ആക്യുറേറ്റ് ചോയ്സ് ഈസ് 6 ആണ്. ക്ലിയർ അല്ലേ? പക്ഷെ അതൊന്നും മനസ്സിലാക്കണം, 9 ആയാലും ശരിയാണ്. ചിലപ്പോൾ സംടൈംസ് ഇവിടെ 9 തന്നിട്ട് ഇവിടെ ബോത്ത് എ ആൻഡ് ബി എന്ന രീതിയിൽ ചോയ്സ് വന്നാൽ ബോത്ത് എ ആൻഡ് ബി ആണ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Yes, sir. Then a polygon has 44 diagonals. Then the number of sides. Polygon has 44 diagonals. ഒരു പോളിഗണിന്റെ ഡയഗണൽസിന്റെ ഫോർമുല എന്തായിരുന്നു? NC2 minus n, or എന്തായിരുന്നു? n into n minus 3 divided by 2. ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ലേ? ഒന്നെങ്കിൽ NC2 എന്നുള്ളത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? n into n minus 3 divided by 2. സോ ബെറ്റർ നമ്മൾ n into n minus 3 divided by 2 പഠിച്ചു വെക്കുക. നമുക്ക് നേരെ ആൻസറിലേക്ക് വരാം. ഈക്വൽ ടു 44. ദാറ്റ് ഇംപ്ലൈസ് n into n minus 3 is equal to 44 into 2, 88. സോ നേരെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും ആക്കാൻ നിൽക്കാതെ നേരെ എന്താണ് നമുക്കറിയാം, 11 into 8. സോ n 11 കൊടുത്താൽ 11 into 11 minus 3, 8 equal to 83. That implies n is equal to 11. വെറുതെ n square minus 3 എന്നും 8 എന്നും കണ്ടുപിടിച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോകാതിരിക്കുക. നമ്മൾ ചോയ്സ് 11 കണ്ടറിയാം. നമുക്ക് 11 into 8 നമുക്ക് വരും. 11 കൊടുക്കുമ്പോഴത്തേക്കും 11 minus 3, 8. 11 into 8, 88 ആണ് ആൻസർ. Therefore n is equal to 11. n is equal to 11. ക്ലിയർ അല്ലേ? ഇവിടെ ഷോർട്ട് കട്ട് ഫോർമുലാസ് എല്ലാം നമുക്ക് നല്ല ഗ്രിപ്പ് ഉണ്ടാകണം. വേണ്ട അത്രയും കുറച്ച് സമയം നമുക്ക് എടുക്കുള്ളൂ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാം ചെയ്യാൻ പറ്റും. ലെസ് ദാൻ 10 സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റും. അത്രത്തോളം ആ ഫോർമുലാസ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചിരിക്കുന്നു. സോ NC2 മൈനസ്, ബിക്കോസ് രണ്ടെണ്ണം ചേരുന്നതാണ് ഒരു ഡയഗണൽ. സോ 2 പോയിന്റ്സ് ചേരുന്ന എല്ലാ കോമ്പിനേഷനും NC2 വരും. ദാറ്റ് പർട്ടിക്കുലർ പോളിഗണിന്റെ ഷേപ്പ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഡയഗണൽസ് കിട്ടുള്ളൂ. സോ അതിനുവേണ്ടിയാണ് n കുറയ്ക്കുന്നത്. n into n minus 3 divided by 2. Therefore n is equal to 11. Okay. Yes, sir. Okay, next one. The number of words that can be formed out of. The number of words that can be formed out of letters of the word article, so that vowels occupy even places. Article. 1, 2, 3, 4, 5, 6, 7. Okay. 7 position. 1, 3, 5, 7. So, etra order position? 4 order position. Even position 3. So, articles, so that vowels etra undu vowels? 3 vowels. 3 vowels, consonants 4. Okay. So that vowels occupy even place. So 3 vowels, 3 even place, 3 factorial into 4 factorial. 4 consonants, 4 positions. So 3 factorial 6 ആണ്, 4 factorial 24 ആണ്, 144.
number of ways shaking hands in a group of 10 persons. So ഒരു ഷേക്ക് ഹാൻഡിന് എത്ര പേഴ്സൺസിന്റെ കോമ്പിനേഷൻ ആണ്? 10 പേരുണ്ട്. അതിൽ 2 പേരുടെ കോമ്പിനേഷൻ എല്ലാം നമുക്ക് എന്ത് തരും? ഒരു ഷേക്ക് ഹാൻഡ് തരും. That means 10C2 equal to 10 factorial divided by 8 factorial into 2 factorial into 10 into 9 divided by 2. Correct answer 45 shake hands are possible. 45 shake hands. Clear? ലാസ്റ്റ് ഡേ നമ്മൾ ഇത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ? രണ്ടും മാറി നിന്ന് ചോദിക്കാം. നമുക്ക് അറിയട്ടെ എന്താണ് എ കോമ്പിനേഷൻ ഓഫ് 2 അല്ലെ, n പേഴ്സൺസ് ഉണ്ട്. എ കോമ്പിനേഷൻ ഓഫ് 2 വിൽ ഗീവ് എ ഷേക്ക് ഹാൻഡ് NC2. ഇവിടെ n 10 എന്ന് പറഞ്ഞു. 10C2 equal to 45. Then next one. 15C3R is equal to 15CR plus 3. R കണ്ടുപിടിക്കണം. ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം ഒന്ന് പറയാമോ? NCX equal to NCY, X plus Y equal to X plus Y is equal. NCX is equal to NCY. That implies X plus Y equal to N. So equal നമ്മൾ എടുക്കില്ല because X plus Y equal to N എടുക്കാം. രണ്ടും ഡിഫറെന്റ് ആണെന്നുള്ള രീതിയിൽ X plus Y equal to N. Therefore 3R plus R plus 3 equal to 15. 4R plus 3 equal to 15. 4R plus 3 equal to 15. That means 4R equal to 12. Therefore, R is equal to 12 divided by 4, 3. 3 കൊടുത്താൽ 15C9 is equal to 15C6. Correct അല്ലേ? NCR is equal to NCN minus R. R is equal to 3. Clear? പലതവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പ്രോപ്പർട്ടി എങ്കിലും ഒന്നുമില്ല, നേരെ ആൻസറിലേക്കാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ആൻസർ ആണ്. സോ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ കറണ്ട് വന്നിട്ടില്ല, ഇതിപ്പോ ഓഫ് ആവും. ഓക്കെ, റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നിങ്ങൾ ഒന്നുകൂടെ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്ന് നോക്കി വരിക. നമ്മൾ മാക്സിമം സ്പീഡ് കൂട്ടിയെടുക്കുക പ്രോബ്ലം ചെയ്യുന്നതിൽ. സോ പ്രോപ്പർട്ടി അറിയാം, പെർമ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ മനസ്സിലായി. ഏത് പ്രോപ്പർട്ടി? ദാറ്റ് മീൻസ് 2 സ്റ്റെപ്സിൽ ആൻസർ. 2 സ്റ്റെപ്സ് ഇൻ ദി സെൻസ് നമുക്ക് എത്രയാണ്? ലെസ് ദാൻ 10 സെക്കൻഡ് ഓർ 15 സെക്കൻഡ്സിൽ ആൻസർ. സോ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാം ക്ലിയർ അല്ലേ? സോ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.